അല്ല, പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ വയനാട് മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് LDF-ന് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയിട്ടില്ല. എല്ലാ മണ്ഡലങ്ങളിലും വയനാട്ടും കിട്ടിയിട്ടില്ല. വയനാട് ഞങ്ങൾ എല്ലാ ഗൗരവത്തിലും ഒരു രാഷ്ട്രീയ സമരത്തിന് നടക്കും, ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഞങ്ങൾ അപ്പോഴും എപ്പോഴും പറയുന്നു, കോൺഗ്രസ് രാഷ്ട്രീയമായ ദൂരക്കാഴ്ചകളെന്ന് പെരുമാറി വയനാട്ടിൽ. മറന്നുകൊണ്ടുമല്ല, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളും കോൺഗ്രസും. ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയുടെ, ആ മുന്നണിയുടെ ഏറ്റവും ശോഭിക്കുന്ന മുഖമാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാളെ നിർണായകമായ ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി ആക്കേണ്ടത് എവിടെയാണ്? രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം. ഏത് മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥി, ആ തീരുമാനം എടുക്കാനുള്ള സമ്പൂർണ്ണ അവകാശം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഞങ്ങളതിനെ അംഗീകരിക്കുന്നവരാണ്. പക്ഷെ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാൾ ഇത്രയും നിർണായകമായ ഒരു പൊളിറ്റിക്കൽ ബാറ്റിലിൽ മത്സരാർത്ഥിയായിട്ട് വരുമ്പോൾ ആ മത്സരത്തിൻ്റെ വേദി എവിടെയായിരിക്കണം? അത് ആ രാഷ്ട്രീയ സമരത്തിൻ്റെ ഫോക്കൽ പോയിൻ്റായ BJPക്ക് ശക്തിയേറെയുള്ള നോർത്ത് ഇന്ത്യ ആകണമോ, അതോ ഒരിക്കലും BJP ജയിക്കില്ല എന്നുറപ്പുള്ള വയനാട്ടിലാകണമോ? അവിടെയാണ് ഞാൻ ചോദിച്ചത്. കോൺഗ്രസ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ വിസ്ഡം അതാണ് പ്രകടമാക്കേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. അന്ന് അവിടെ മത്സരിക്കുമ്പോൾ ഒരിക്കൽ പോലും കോൺഗ്രസ് പാർട്ടി, ഞാൻ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അന്നും ഇന്നും വിമർശിക്കുന്നില്ല. രാഹുൽ ഗാന്ധി മൂക്കിനപ്പുറം കാണാത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സമ്മർദ്ദപ്രകാരം വയനാട്ടിലേക്ക് വന്നുവെന്നാണ് എൻ്റെ വിശ്വാസം. ഈ രാഷ്ട്രീയ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകും. ഞാൻ മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധിക്ക് ഈ രാഷ്ട്രീയം മനസ്സിലാക്കാൻ കെൽപ്പുണ്ട്, രാഷ്ട്രീയമായ ധാരണയുണ്ട്, ആശയ വ്യക്തതയുണ്ട്. ആ രാഹുൽ ഗാന്ധിയെ ദൂരക്കാഴ്ചയില്ലാത്ത രാഷ്ട്രീയം കൈയാളി ശീലിച്ച കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിച്ച് വയനാട്ടിൽ കൊണ്ടുവന്നു. രാഹുൽ ഗാന്ധി ജയിച്ചു. ആ വിജയത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ച രാഹുൽ ഗാന്ധി രാജിവെച്ചു. ഇതായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പദ്ധതിയെങ്കിൽ ഈ പദ്ധതിയുടെ ശില്പികൾക്ക്, കാരണക്കാർക്ക് തീർച്ചയായിട്ടും ഇതുപോലൊരു പൊളിറ്റിക്കൽ എന്താ പറയേണ്ട വാക്ക്, ആ വാക്ക് എന്താണോ ആ വാക്ക്, അതിലേക്ക് രാഹുൽ ഗാന്ധിയെപ്പോലൊരു വലിയ മനുഷ്യനെ വലിച്ചിഴക്കേണ്ട കാര്യമില്ലായിരുന്നു. അവർ കൊണ്ടുവന്നു. എന്തായാലും അവർ രാജിവെപ്പിച്ചു. വീണ്ടും ലക്ഷം വരുന്നു. ഞങ്ങൾ മത്സരിക്കും എല്ലാ കുടുംബത്തിലും. നിങ്ങൾ ഇവിടെയല്ലേ ജീവിക്കുന്നത്? ഈ പരാജയമാണ് എന്ന് പറഞ്ഞ പാർട്ടി CPI ആണ്. ആദ്യം പറഞ്ഞ പാർട്ടി. പരാജയത്തിൻ്റെ പേര് പരാജയമുള്ള തന്നെയാണെന്ന് പറയണമെന്ന് നിർബന്ധമുള്ള പറ്റാണ് CPI. എന്തെങ്കിലും കണക്കുകൾ നിരത്തിയോ വ്യാഖ്യാന സാമർഥ്യം കൊണ്ടോ വിശകലന പാഠവം കൊണ്ടോ പരാജയത്തിന് പരാജയമല്ല എന്ന് സ്ഥാപിക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് CPI. ഇത് ഇപ്പം പറയുകയല്ല. എനിക്ക് നല്ല അടുപ്പമില്ല താങ്കളെ, നിങ്ങളെപ്പോലെ പൊളിറ്റിക്കൽ ഒബ്സർവർ അറിയേണ്ടതായിരുന്നു. ഇതിപ്പോഴല്ലേ പറയുന്നത്? ഇതെല്ലാം ഒരാഴ്ച രണ്ടാഴ്ച പഴയ കാര്യമാണ് പറയുന്നത്. ഇല്ലല്ല, ഫലം വന്ന ഉടനെ തന്നെ CPI പറഞ്ഞു കഴിഞ്ഞു. അല്ലെ, അത് കഴിഞ്ഞു CPI പറഞ്ഞു. CPI നിലപാട് ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ LDF ഒറ്റക്കെട്ടായും LDF ഓരോ പാർട്ടിയും പ്രത്യേകമായും പരിശോധിക്കണമെന്നാണ്. ആ പരിശോധന പാഠം പഠിക്കാൻ വേണ്ടിയാണ്. ജനങ്ങൾ നമ്മളോട് പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ചില വിമർശനങ്ങളുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ ജനങ്ങളാണ് യജമാനന്മാർ.
ആ യജമാനന്മാർ വിധി എഴുതിയപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ പറ്റി വിമർശനമുണ്ടെന്ന്. എന്തുകൊണ്ടെന്ന് ഞങ്ങൾ നോക്കണം, പരിശോധിക്കണം, പഠിക്കണം. ആ പാഠങ്ങൾ പഠിച്ച് ഞങ്ങൾ തിരുത്തേണ്ടതെല്ലാം തിരുത്തണം. ഈ പാഠം പഠിക്കൽ, ഈ തിരുത്തൽ നിലവിളിക്കാൻ വേണ്ടിയോ കരഞ്ഞിരിക്കാൻ വേണ്ടിയോ അല്ല. ഈ പാഠം പഠിക്കലും ഈ തിരുത്തലുകളും ഇടതുപക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ്. ഇടതുപക്ഷ ആശയങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇടതുപക്ഷമാണ് ശരി എന്ന കാഴ്ചപ്പാടിനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനാവശ്യമായ എല്ലാ തിരുത്തലും വേണം. LDF വേണം, എല്ലാ പാർട്ടികളിലും വേണം. ഇത് പറയുമ്പോൾ ഞാൻ CPIക്ക് വേണ്ടി പറയുന്നു. ഞങ്ങളുടെ പാർട്ടി എല്ലാം തികഞ്ഞ പാർട്ടിയാണ് എന്ന അവകാശവാദം CPIക്കില്ല. എല്ലാ കുറ്റങ്ങളും CPMൻ്റെതാണ്, ഞങ്ങളെല്ലാം ഒരു കുറവുമില്ലാത്തവരാണ് എന്ന വാദം CPIക്കില്ല. കുറവുകൾ ഞങ്ങൾക്കുമുണ്ട്, തെറ്റ് ഞങ്ങൾക്കുമുണ്ട്. കുറവുകൾ CPMനുണ്ട്, തെറ്റുകൾ CPMനുമുണ്ട്. LDF എല്ലാ പാർട്ടികൾക്കും ബാധകമായ ഈ കുറവുകൾ, ഈ തെറ്റുകൾ തിരുത്താൻ കലവറ കൂടാതെ ഞങ്ങൾ ശ്രമിക്കണമെന്നാണ് ജനങ്ങൾ പറയുന്ന ആഹ്വാനം, നിർദ്ദേശം. ഞങ്ങളതിനെ മാനിക്കുന്നു. അതിൻ്റെ അർത്ഥം ഉടനെ തന്നെ മന്ത്രിമാരെ മാറ്റുകയാണെന്ന ചിന്ത CPIക്കില്ല.